ഗണിതശാസ്ത്രത്തിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് സമവാക്യ പരിഹാരങ്ങളെക്കുറിച്ചാണ്. അതിനായി എന്താണ് സമവാക്യം എന്നാദ്യം നോക്കാം. സമവാക്യം എന്നത് തുല്യതയെ കാണിക്കുന്നു. ഒരു സമചിഹ്നം ഉപയോഗിച്ച് സമവാക്യത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിക്കാം. സമചിഹ്നത്തിൻ്റെ ഇടതുഭാഗവും അതുപോലെ തന്നെ സമചിഹ്നത്തിൻ്റെ വലതുഭാഗവും. സമവാക്യം തുല്യതയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സമവാക്യത്തിൻ്റെ ഇടതുഭാഗവും വലതുഭാഗവും എപ്പോഴും തുല്യമായിരിക്കും. ഈ ഒരു പാഠഭാഗം പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് എന്തൊക്കെ പഠന നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഒരു സമവാക്യം എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചറിയാനും സാധിക്കുന്നു. അതുപോലെ പ്രസ്താവനകളിൽ നിന്ന് സമവാക്യങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. അതുപോലെ രൂപപ്പെടുത്തിയ സമവാക്യങ്ങളെ പരിഹരിക്കാനും സഹായിക്കുന്നു. ഒരു ചോദ്യത്തിൻ്റെ സഹായത്തോടെ ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. നിറയെ താമരകളുള്ള ഒരു താമരക്കുളമാണല്ലേ കാണിച്ചിട്ടുള്ളത്. ഈ കുളത്തിലേക്ക് കുറച്ചധികം ദേശാടന കിളികൾ പറന്നെത്തുകയാണ്. അവരുടെ ക്ഷീണം അകറ്റുന്നതിനായി ഓരോരുത്തരായി ഓരോ താമരയിലിരിക്കുന്നു. പക്ഷെ എന്തുപറ്റി, ഒരു കിളി മാത്രം അവിടെ പറന്നു നടക്കുന്നു? പാവം, അതിന് താമര ലഭിച്ചില്ല. അതുകൊണ്ട് അവർ കൂട്ടുകാർ ചേർന്ന് മറ്റൊരു ക്രമത്തിലിരിക്കാൻ തീരുമാനിക്കുന്നു. ഇത്തവണ 2 കിളികളാണ് ഒരു താമരയിലിരുന്നത്. പക്ഷെ അപ്പോഴും എന്തോ പ്രശ്നമുണ്ടല്ലേ. പാവം, ഈ താമരയ്ക്ക് മാത്രം ഒരു കിളികളെയും കിട്ടിയില്ല. ഇനി നിങ്ങൾ ഈ ചോദ്യം വായിച്ച് പുസ്തകത്തിലേക്ക് പകർത്തൂ. ചോദ്യത്തിൽ 2 സന്ദർഭങ്ങളുണ്ടല്ലേ. ഈ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് സമവാക്യങ്ങൾ രൂപീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എന്താണ് ആദ്യ സന്ദർഭം? താമരകളുടെ എണ്ണത്തിനേക്കാൾ 1 കൂടുതലാണല്ലേ കിളികളുടെ എണ്ണം. ഇതുപയോഗിച്ച് എങ്ങനെ ഒരു സമവാക്യം രൂപീകരിക്കാം? അതായത് കിളികളുടെ എണ്ണം താമരകളുടെ എണ്ണത്തിനോട് 1 കൂട്ടുന്നതിന് തുല്യമായിരിക്കും. എന്തായിരുന്നു രണ്ടാമത്തെ സന്ദർഭം? സന്ദർഭം വിശകലനം ചെയ്ത് നിങ്ങൾ തന്നെ സമവാക്യമുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇപ്പോൾ എന്ത് ലഭിച്ചു? കിളികളുടെ എണ്ണം സമം 2 ഇൻറ്റു താമരകളുടെ എണ്ണം -1. ഇനി കിളികളുടെ എണ്ണത്തിന് x എന്നും താമരകളുടെ എണ്ണത്തിന് y എന്നും നൽകാം. ഇപ്പോൾ ആദ്യ സമവാക്യം എങ്ങനെ മാറി? x = y+1 എന്നായില്ലേ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ സമവാക്യമോ? x = 2 ഇൻറ്റു y - 1. ഇനി ഈ 2 സമവാക്യങ്ങൾ വിശകലനം ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വില കണ്ടെത്താം. ഈ 2 സമവാക്യങ്ങളും നോക്കൂ. സമവാക്യങ്ങളുടെ ഇടതുവശങ്ങൾ രണ്ടും x ആണല്ലേ. അതായത് ഇടതുവശങ്ങൾ തുല്യമാണ്. ഇടതുവശങ്ങൾ തുല്യമാണെങ്കിൽ വലതുവശങ്ങളും തുല്യമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതാം? ഇടതുവശങ്ങളായ 2y - 1 = y+1 എന്ന് എഴുതാമല്ലോ. ഇതിൽ നിന്ന് വൈയുടെ വില എങ്ങനെ കണ്ടെത്താം? ഇതിൽ നിന്ന് വൈയുടെ വില കണ്ടെത്താം. അങ്ങനെയെങ്കിൽ y = എന്താണ് ലഭിച്ചത്? y = 3 എന്നും x = 4 എന്നും ലഭിച്ചിരിക്കുന്നു. വൈയുടെ വിലയിൽ നിന്ന് എങ്ങനെയാണ് എക്സിൻ്റെ വില ലഭിച്ചത്? വൈയുടെ വിലയോട് 1 കൂട്ടിയാൽ മതിയല്ലേ എക്സിൻ്റെ വില ലഭിക്കാനായിട്ട്. നാം കിളികളുടെ എണ്ണം x എന്നും താമരകളുടെ എണ്ണം y എന്നുമാണെന്നല്ലോ എടുത്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ കിളികളുടെ എണ്ണം 4 എന്നും താമരകളുടെ എണ്ണം 3 എന്നും ലഭിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ ഉപയോഗിച്ച് ചോദ്യത്തിലെ 2 സന്ദർഭങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ ഇതുപോലെ മറ്റൊരു ചോദ്യം കൂടി നോക്കാം.
ഒരു സംഖ്യയുടെ തുക 12 ആണെന്നും അവയുടെ വ്യത്യാസം 10 ആണെന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ ആ 2 സംഖ്യകൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ തന്നെ സമവാക്യം കണ്ടെത്താൻ ശ്രമിക്കൂ. എന്തൊക്കെയാണ് കിട്ടിയ സമവാക്യങ്ങൾ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 12, അതുപോലെ തന്നെ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 10. ഇനി ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിച്ച് എക്സിൻ്റെയും വൈയുടെയും, അതായത് സംഖ്യകൾ രണ്ടും കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. ഏതൊക്കെ സംഖ്യകളാണ് ലഭിച്ചത്? 11ഉം 1ഉമല്ലേ? അതായത് എക്സിൻ്റെ വില 11 വൈയുടെ വില 1 എന്നാണല്ലേ ലഭിച്ചത്. ഇതുപോലെ ഒരു ചോദ്യം കൂടിയുണ്ട്, പക്ഷേ ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനായി നിങ്ങൾ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ പരിശോധിച്ചാൽ മതിയാകും. ആശയം കൂടുതൽ വ്യക്തമാക്കുന്നതിനായി നിങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് സമവാക്യമെന്ന് പഠിച്ചു. ഒരു പ്രസ്താവനയിൽ നിന്ന് എങ്ങനെ സമവാക്യം രൂപീകരിക്കാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സമവാക്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും പഠിച്ചു. ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നും നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്നും വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.